ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപിന് 2-3 ലക്ഷ്യങ്ങളായിട്ടാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. ഒന്ന്, കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൗസിന്റെ ഒഫീഷ്യൽ സ്പോക്സ് പേഴ്സൺ ഒരു ലേഡി ഉണ്ട്, അവരുടെ പേര് പറഞ്ഞു, അവര് പറഞ്ഞതെന്ന് പറഞ്ഞാൽ മാസത്തിൽ ഒരു പീസ് ഡീൽ വെച്ച് പ്രസിഡന്റ് ട്രംപ് ഓഫീസിൽ വന്നതിന് ശേഷം ചെയ്യുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അങ്ങനെ നോബൽ സമ്മാനം കൊടുക്കണമെന്നാണ്. തായ്ലൻഡോ കംബോഡിയോ മറ്റേ നോബൽ സമ്മാനത്തിന് ഓൾറെഡി റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞു. പാകിസ്ഥാൻ ഓൾറെഡി റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞു. തടസ്സം നിൽക്കുന്നത് 2 രാഷ്ട്രത്തലവന്മാരാണ്. ഒന്ന് പുടിൻ, 2 നരേന്ദ്രമോദി. ഓപ്പറേഷൻ സിന്ദൂറിന്റെ അകത്ത് ട്രംപ് നെഗോഷിയേറ്റ് ചെയ്ത് ഒരു മധ്യസ്ഥത ഉണ്ടാക്കി എന്ന് ട്രംപ് മൈക്കും കെട്ടി വിളിച്ചു പറയുമ്പോൾ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ എന്ന് നമ്മളും മൈക്ക് കെട്ടി വിളിച്ചു പറഞ്ഞു. നമുക്ക് പാകിസ്ഥാനുമായിട്ട് ഒരു സന്ധി സംഭാഷണത്തിന് വേണമെന്നുണ്ടെങ്കിൽ അവര് ഇങ്ങോട്ട് വിളിച്ചോട്ടെ എന്ന് പറഞ്ഞു. അവര് DGMOയെ വിളിച്ചു, അത് സ്വീകരിച്ചു എന്ന് നമ്മുടെ വളരെ കട്ട് ആൻഡ് ഡ്രൈ ആയിട്ടുള്ള ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അതേപോലെ തന്നെ പുടിൻ ഞാൻ അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ ഉക്രൈൻ റഷ്യ യുദ്ധം ഇപ്പൊ തീർക്കുമെന്ന് പറഞ്ഞു. പുടിന് 50 ദിവസം ഓൾറെഡി സമയം കൊണ്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ പിന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു 12 ദിവസം കൊടുത്തു. പുടിൻ നിർത്താൻ യാതൊരു ഇതുമില്ല. ഇതിന്റെ ഇടയ്ക്ക് നെഗോസിയേഷനുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ട്രംപ് അൺഒഫീഷ്യൽ റൂമറുകളാണ് കേട്ടോ. ട്രംപ് പറഞ്ഞു നിങ്ങൾ എന്താണെന്ന് ചെയ്ത യുദ്ധം ഒന്ന് നിർത്താനാ പറയുന്നത്. പുടിൻ അന്നേരത്തേക്ക് അതിന് തയ്യാറല്ല. പുടിനെ സംബന്ധിച്ചിടത്തോളം ഉക്രൈന്റെ അൺഡിവൈഡഡ് ആയിട്ടുള്ള സറണ്ടർ അല്ലാതെ വേറൊരു തരത്തിലും പുടിൻ ഇതിന് തയ്യാറല്ല. കാരണം പുടിന്റെ ഈഗോയെ ശരിക്കും പറഞ്ഞാൽ ഉക്രൈൻ നന്നായിട്ട് ഹർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഈഗോയുടെ പ്രശ്നത്തിൽ തന്നെയാണ് പുടിൻ അടഞ്ഞിരിക്കുന്നത്. ഈ 2 രാഷ്ട്രത്തലവന്മാരുമാണ് ശരിക്കും ട്രംപിന്റെ നോബൽ സമ്മാനത്തിന്റെ പുറകിൽ എതിര് നിൽക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ സിനാരിയോ.